നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പാടുകൂറ്റാൻ അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലാണ് നമുക്ക് ഈ ഒരു വീട് സെയിലിനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിന് സമീപം കാവുംപുറം എന്നുള്ള സ്ഥലത്താണ് ഇത്രയും നല്ല മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വീട് നമുക്ക് വന്നിട്ടുള്ളത്. 5 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ നമുക്ക് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല കിടിലം വീടാണ്. ഫ്രണ്ട് നമുക്ക് ടാറിട്ട ഒരു ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് വരുന്നത്. റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഒരു വില്ല പ്രോജക്റ്റും കാര്യങ്ങളും നടക്കുന്ന ഒരു ഏരിയ തന്നെയാണ് നമുക്ക് ഈ ഒരു ലൊക്കാലിറ്റി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വില്ല പ്രോജക്റ്റൊക്കെ നടന്ന് കംപ്ലീറ്റ് ആയി തീർന്ന് ആൾതാമസമുള്ള ഒരു ഏരിയ കൂടെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീട്. അപ്പോൾ റോഡ് സൈഡിലായിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. മെയിൻ ബസ് റൂട്ടിലോട്ട് നമുക്ക് എത്തുവാനായിട്ട് 20 മീറ്റർ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ എലിവേഷനും കാര്യങ്ങളൊക്കെ നല്ല കണ്ടംപററി ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ടെറാകോട്ട മെറ്റീരിയൽ ഉൾപ്പെടെ വരുന്ന ഒരു വീടാണ്. അപ്പോൾ കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീട്ടിലൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു 3 ബാൽക്കണി ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു അടിപൊളി വീടാണ്. അപ്പോൾ ഈ കാണുന്ന നമുക്കൊരു ബാൽക്കണിയാണ്. അതുപോലെ ഇതും നമുക്കൊരു ബാൽക്കണിയാണ്. ആ സൈഡ് നമുക്ക് നോക്കുമ്പോൾ ഒരു ബാൽക്കണി നമുക്കവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം നമുക്ക് ലാസ്റ്റ് പറയുന്നതായിരിക്കും. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് നല്ല അത്യാവശ്യം നല്ല വലിയ വണ്ടികളൊക്കെ സുഖമായിട്ട് വന്നാലും കോമ്പൗണ്ടിനകത്ത് കയറാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു സ്ലൈഡിങ് ഗേറ്റും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് കംപ്ലീറ്റ് നമുക്ക് ടൈൽസും കാര്യങ്ങളിട്ടാണ് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇപ്പോൾ 2 കാർ ഒരു സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടേജിൽ തന്നെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഇത് നമുക്കൊരു അട്രാക്റ്റീവായിട്ട് തോന്നുന്നൊരു ഫൗണ്ടൈനും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സൈഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫൗണ്ടൈൻ നമുക്ക് ഫ്രണ്ടേജ് വരുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമുക്കിതിൻ്റെ കിണർ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്ത് നമുക്കിതിൻ്റെ കിണറും വരുന്നുണ്ട്. അപ്പോൾ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കൂടാതെ നമുക്ക് ഈ ഒരു പൈപ്പ് കണക്ഷനും ഈ ഒരു വീടിന് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. 5 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്ലോർ പ്ലാൻ ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് നമുക്ക് സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സിറ്റൗട്ട് മുകളിലത്തേക്ക് നമുക്ക് ഈ വന്നിരിക്കുന്നതെല്ലാം നമുക്ക് തേക്കിൻ തടിയിലാണ് നമുക്കിതിൻ്റെ ഫ്രെയിം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ഗ്ലാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് നല്ല ഒരു അട്രാക്റ്റീവ് ലുക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് പാനൽ വർക്ക് നമുക്ക് ചെയ്തിട്ടുള്ളത് തേക്കിൻ തടിയിലാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എൻട്രൻസിൽ തന്നെ 2 സ്റ്റെപ്പും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. വാസ്തുപ്രകാരം തന്നെയാണ് വീടെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിറ്റ് ഔട്ട് കിടക്കുന്നത്. ഇതെല്ലാം ഫുള്ള് നമുക്ക് തേക്കിൻ തടിയിലാണ് പാനൽ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫോൾ സീലിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് ഡോർ നമുക്ക് തേക്കിൻ തടിയിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. നല്ല ഒരു എലഗൻറ്റ് രീതിയിൽ തന്നെയാണ് ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ നമുക്ക് പണി ചെയ്ത് തീർത്ത ഒരു മനോഹരമായ ഒരു എൻട്രൻസിലെ ഫ്രണ്ട് ഡോറ് നമുക്ക് ഈ വീടിന് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ വർക്ക് ഉൾപ്പെടെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ലിവിങ് ഏരിയ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും വൈഡായിട്ട് ഇത്രയും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ലിവിങ് ഏരിയ നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നല്ല മനോഹരമായ രീതിയിൽ തന്നെ പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തുള്ള ഒരു TV യൂണിറ്റ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. എത്ര വലിയ TV ആയാലും നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയയ്ക്ക് 20x26 ഡയമെൻഷൻ വരുന്ന ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു വാഷ് കൗണ്ടർ ഏരിയ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു കോക്കറി ഷെൽഫും കാര്യങ്ങളും സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തും നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളും കീപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ലിവിങ് ഏരിയയിലുള്ള ഒരു ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ലിവിങ് ഏരിയയുടെ ഭാഗത്തെല്ലാം വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് ഈ ഒരു ഡിസൈനിലെ ഫോൾ സീലിംഗ് ആണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും നമുക്ക് ഡെക്കറേഷൻ ആക്കിയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡൈനിങ് ഏരിയയിലോട്ടാണ് നമ്മൾ ഈ പോകുന്നത്. ഡൈനിങ് ഏരിയയുടെ പോകുന്നതിന് മുന്നേ നമുക്കൊരു പാർട്ടീഷൻ വർക്ക് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. അതിൽ നമുക്ക് മോഡേൺ രീതിയിൽ തന്നെ ഒരു കോക്കറി ഷെൽഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിപ്പോൾ നേരെ നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് നമ്മൾ പോകുമ്പോഴത്തേക്കും
അപ്പോൾ ഇതാണ് നമ്മളുടെ വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസ്. 10x11 ഡയമെൻഷൻ വരുന്ന ഒരു ഡൈനിങ് ഏരിയ സ്പേസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഫ്ലോറിംഗ് എല്ലാം നല്ല പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനാക്കി കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക്. ബാക്ക്ഗ്രൗണ്ടിൽ ഇതെല്ലാം നമുക്ക് തേക്കിൻ തടിയാണ് നമുക്ക് ഈ ഒരു പാനൽ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളതും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മിനി വിൻഡോ സിസ്റ്റം നമുക്കിവിടെ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ തന്നെ വരുന്നുണ്ട്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ ഈ ചുമരിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് കിച്ചൺ വരുന്നത്. കിച്ചണിൽ തന്നെ എൻട്രൻസിൻ്റെ ഭാഗത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എൻട്രൻസും ഹാങ്ങിങ് ലൈറ്റ്സ് എല്ലാം കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു എൻട്രൻസ് തന്നെയാണ് കിച്ചണിന് വരുന്നത്. നല്ല മോഡേൺ രീതിയിൽ തന്നെയാണ് കിച്ചണിൻ്റെ പണിയെല്ലാം ചെയ്തിരിക്കുന്നത്. 12x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു കിച്ചൺ വർക്ക് തന്നെയാണ് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. നല്ല കളർ തീം ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള കബോർഡ്സും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. താഴെ മുകളിലുമായിട്ട് നല്ല അടിപൊളി പ്രീമിയം രീതിയിലുള്ള കബോർഡ്സും കാര്യങ്ങളും തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മോഡേൺ രീതിയിൽ തന്നെയാണ് നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും തന്നെയാണ് നമ്മൾ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കിച്ചണിൻ്റെ ഫ്ലോറിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഫോൾ സീലിംഗ് വർക്കുണ്ട്. ഫോൾ സീലിംഗ് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് കിച്ചണിൻ്റെ ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ചെയ്തേക്കുന്നത്. അത് നമ്മുടെ ഈ ഒരു കിച്ചണോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു വലിയൊരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് ഈ ഒരു വീടിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു വർക്ക് ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് കാര്യങ്ങളെടുത്ത ഒരു ഏരിയ ആണിത്. കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. മുകളിൽ ഷീറ്റും കാര്യങ്ങളിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. ഫ്ലോറിംഗ് എല്ലാം നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു സിങ്കും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയയുടെ സ്പേസ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. 12x11 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു വർക്ക് ഏരിയ തന്നെ മാത്രം നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ഗേറ്റ്, അതുപോലെ തന്നെ അവിടെ ഒരു ഓപ്പൺ ഗേറ്റും കാര്യങ്ങളൊക്കെ ചെയ്താണ് ഈ ഒരു ഭാഗം ക്ലോസ് ആക്കി നമുക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ബാക്കിയുള്ള 3 ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ബെഡ്റൂം സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം സ്പേസ് തന്നെയാണ്. 14x14 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ കിട്ടുന്നുണ്ട്. പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള ബെഡ് സ്പേസ് ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുള്ള ഒരു ഭാഗമാണ്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് വരുന്ന ഈ ഒരു ഡിസൈനാണ് ഫോൾ സീലിംഗ് നമുക്ക് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനാക്കി കൊടുത്തിട്ടുള്ളത്. കർട്ടൺ നമുക്ക് ഓൾറെഡി നമുക്കിവിടെ ഇൻസ്റ്റാൾമെൻറ്റ് കാര്യം ചെയ്തിട്ടുണ്ട്. AC പോയിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന റൂം തന്നെയാണ്. വാൾ റൂപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു വാൾ റൂപ്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു TV യൂണിറ്റ് ഏരിയ നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. TVയോ അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ക്യാമറയുടെ മോണിറ്ററോ കാര്യങ്ങളോ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം സ്പേസ്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടൈൽസും കാര്യം തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. നല്ല ജാഗോറിൻ്റെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളും തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. മോൾ ടൈൽസ് നമുക്ക് ടോപ്പിൻ്റെ ഒരു ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തടിയും അതുപോലെ തന്നെ അയണിലാണ് ചെയ്തിരുന്നത്, ഇരുമ്പിലാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമുക്ക് ഈ വീടിൻ്റെ ഹാൻഡിൽസിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റ് ലെങ്ത്തിലാണ് നമുക്ക് ഈ ഒരു ഭാഗം മുഴുവൻ നമുക്ക് കവറപ്പാക്കി എടുത്തിട്ടുള്ളത്. ഈ കാണുന്ന മുകളിലത്തെ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫർഗോള മോഡലാണ്. അപ്പോൾ ഈ ഒരു പകലിലെ സമയം മുഴുവൻ നമുക്ക് വീട്ടിനകത്ത് സുഖമായിട്ട് നല്ല വെളിച്ചം കിട്ടുന്ന ഒരു സിസ്റ്റം നമുക്കവിടെ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. നല്ല പ്രീമിയം രീതിയിലുള്ള ലുക്കും കാര്യങ്ങളും കിട്ടുന്ന ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന സ്റ്റെയർസ് എന്ന് പറയുമ്പോൾ സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് കൊടുത്ത് ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല പ്രീമിയം രീതിയിലുള്ള പെയിൻറ്റിങ് കാര്യങ്ങളും കൊടുത്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റെയർ നമ്മൾ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ എത്തുമ്പോൾ നമുക്കൊരു L ഷേപ്പ് മോഡലുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ലിവിങ് ഏരിയ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും L ഷേപ്പ് മോഡലിലെ സ്പേസാണ് നമുക്ക് ലിവിങ് ഏരിയയ്ക്കായിട്ട് കിട്ടുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഒരു ലിവിങ് ഏരിയ, 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ബാത്റൂം,
പ്ലസ് 3 ബാൽക്കണി ആയിട്ടാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 12x14 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വിശാലമേറിയ ഒരു സ്പേസ്, നല്ല അടിപൊളിയായ ടെക്സ്ചർ രീതിയിലുള്ള പ്രിൻസും പെയിൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവങ്ങളാണ്. ഓൾറെഡി ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാൾറൂപ്സ്, പ്ലസ് നമുക്കൊരു TV യൂണിറ്റ് ഏരിയ, ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ തന്നെയാണ് നമുക്ക് ഈ ഒരു വാൾറൂപ്സ് നമുക്ക് വരുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു റൂം നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റൂമിന് വേണ്ടിയിട്ടുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം. ടോപ്പ് വരെ നമുക്ക് ടൈൽസും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ജാഗ്വർ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് നമ്മളീ പോകുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം. 12x14 ഡയമെൻഷൻ വരുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് നമുക്ക് വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ടൈൽസും കാര്യം തന്നെയാണ് ഈ ഒരു ഫ്ലോറിങ്ങിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ചുമര്, പ്ലസ് നമുക്കൊരു TV യൂണിറ്റ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. പാനൽ വർക്ക് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. തേക്കിൻ തടിയാണ് ആ പാനൽ വർക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് വരുന്നത്. അതുപോലെ തന്നെ എല്ലാ റൂംസിലും വരുന്നത് പോലെ തന്നെ നമുക്ക് വാൾ റൂപ്സും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ വരുന്ന ഒരു ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. ഈ കാണുന്നതാണ് റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം സ്പേസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. കൺസീൽഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്സ് തന്നെയാണ് കംപ്ലീറ്റ് റൂംസിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂമിലെ ബാത്റൂം സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് തന്നെയാണ് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ റൂമിനോട് ചേർന്ന് തന്നെ നമുക്ക് ബാൽക്കണി സ്പേസ് വരുന്നത്. ഈ ഒരു ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബാൽക്കണി സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ടെറാക്കോട്ട മെറ്റീരിയലും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ലുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഏരിയാസാണ് ഈ ഒരു ടെറാക്കോട്ട മെറ്റീരിയലും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റീൽ ബാർസ് ബ്ലിൻസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹാൻഡിൽസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് സ്റ്റീലും അതുപോലെ തന്നെ ഇരുമ്പുമാണ് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് നമുക്ക് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷൻ ആക്കി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂമിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാം. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് കർട്ടൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയ തന്നെയാണ്. എല്ലാ റൂംസിലും നമുക്ക് TV യൂണിറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാൾ റൂപ്സും ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ വരുന്ന ഒരു വാൾ റൂപ്പ് ഏരിയ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് നമുക്ക് സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് കൊടുത്തേക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യം തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ് നമുക്കിതും. അപ്പോൾ ഈ കാണുന്നതാണ് ഈ റൂമിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം. കൺസീൽഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്സും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ജാഗ്വറിൻ്റെ ഫിറ്റിങ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റൂമിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് റൂമിൻ്റെ ബാൽക്കണി സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഭാഗത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്താണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക്, ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഹാൻഡിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്റ്റീലിൻ്റെ ഹാൻഡിൽസും വുഡ് വർക്കുമാണ് നമുക്ക് വരുന്നത്. ഗ്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു റൂമിൻ്റെ ബാൽക്കണി സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും. വീടിൻ്റെ മെയിൻ ബാൽക്കണി നമുക്ക് ഈ ഒരു രീതിയിലെ മെയിൻ ബാൽക്കണി നമുക്ക് L ഷേപ്പിലെ ബാൽക്കണി സ്പേസാണ് നമുക്ക് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാൻഡിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തടിയും അതുപോലെ തന്നെ സ്റ്റീൽ വർക്കുമാണ് നമുക്ക് ചെയ്തേക്കുന്നത്. മുകളിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും ടെറാക്കോട്ട മെറ്റീരിയലൊക്കെ യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ മെയിൻ ബാൽക്കണി സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും.
അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിന് സമീപം കാവമ്പുറം എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ഇത്രയും നേരം ഈ ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റെഡി ടു മൂവ് ആയിട്ടുള്ള ഒരു വീട് നമുക്ക് സെയിലിനായിട്ടുള്ളത് കാവമ്പുറം എന്നുള്ള സ്ഥലത്താണ്. മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഒരു 20 മീറ്റർ മാത്രം മാറി വരുന്ന അടിപൊളി ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 5 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇത്തരം നല്ല മനോഹരമായ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് നമുക്ക് തേക്കിലെ വർക്കാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 1,20,000 1,20,00,000 നമുക്ക് ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും തികച്ചും നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് കൂടെയാണ് നമുക്ക് ഈ ഒരു റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ടോ റേറ്റ് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടോ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഈ വീട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ലോൺസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതായിരിക്കും.